ഈ അടുത്ത സോഷ്യൽ മീഡിയയിൽ നമ്മളെല്ലാവരും കണ്ടതായ ആ ഒരു ഉസ്താദിനെ തല്ലിയതായ വീഡിയോ. ആ ഉസ്താദിൻ്റെ മേലിലും ഇപ്പോൾ കേസ് ആയിരിക്കുകയാണെന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. അതിൻ്റെ FIRൻ്റെ PDF ഒക്കെ കാണാൻ വേണ്ടി കഴിഞ്ഞു. ഇത് ചിലപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ ഞാൻ സംസാരിക്കുന്നത്, ഈ ഒരു വിഷയത്തിൽ സംസാരിക്കുന്നത് അവസാനത്തെ വീഡിയോ ആയിരിക്കും. അത്യാവശ്യം അങ്ങനത്തെ എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇനി സംസാരിക്കാറുള്ളൂ. ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അവസാനം ഭാഗം വരെ ഇരുന്ന് കേൾക്കണം. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഈ ഒരു സംഭവം നടന്ന സമയത്ത് ഞാൻ 2 വീഡിയോസ് ചെയ്തിരുന്നു. ഞാൻ ആ 2 വീഡിയോസിൻ്റെ അകത്തും പറയുന്നുള്ളത്, അതായത് ആ കുട്ടിയെ അടിച്ചത് അത് തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ അവിടെ ആ ഉസ്താദിനെ അടിക്കുന്ന സമയത്ത് ആ അടിച്ച ആൾക്കാരെ ചെയ്തത് തെറ്റാണ് എന്നാണ് ഞാൻ ഒന്നാമതായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നത്. മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അവിടെ തന്നെ ഒരു സ്റ്റെപ്പ് എടുക്കാമായിരുന്നു. അതായത് അവർക്ക് വേറെ എന്തെങ്കിലും റൂട്ടിലൂടെ ആ ഉസ്താദിൻ്റെ വിഷയത്തിൽ എന്തെങ്കിലും സംസാരിച്ചോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും വേറൊരു സ്റ്റെപ്പ് എടുക്കാമായിരുന്നു, ഉസ്താദിനെ അടിക്കാത്ത രീതിയിൽ എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് ആദ്യം തന്നെ ഞാൻ ക്ലാരിറ്റി തന്നതാണ്. ഓക്കെ, ഇതായിട്ടും ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ ആ ഉസ്താദിന് ഇപ്പോൾ സോഷ്യൽ മീഡിയ നിരന്തരമായിട്ട് ആ ഒരു വിഷയത്തിന് അത് സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യനാണെന്ന നിലക്ക് ആ വീഡിയോ കാണുന്ന സമയത്ത് എന്തായാലും വീഡിയോ ചെയ്യാൻ തോന്നും. പക്ഷേ മാത്രമല്ല പ്രതികരിക്കാനും തോന്നിപ്പോവും. കാരണം അത്രയും ക്രൂരമായ രീതിയിലാണ് ആ വീഡിയോസ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഏതായിട്ടും ഒരു മനുഷ്യനായ ഒരാൾക്ക് അത് പ്രതികരിക്കണമെന്ന് തോന്നുന്ന ഒരു കാര്യം തന്നെയാണ്. അത് സോഷ്യൽ മീഡിയയിൽ വന്നതോടുകൂടി നല്ലോണം അത് ചർച്ചയാവുകയും കുറേ ആൾക്കാരൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഉസ്താദ് ചെന്ന് കേസ് കൊടുക്കണം, അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ കേസൊക്കെ കൊടുത്തു എന്നാണ് അറിയാൻ വേണ്ടി കഴിയുന്നത്. പുറത്തുനിന്ന് ആൾക്കാരൊക്കെ കേസ് കൊടുത്തു. ഉസ്താദ് അവസാനം വരെ പറഞ്ഞത് ഞാൻ കേസ് കൊടുക്കുന്നില്ല എന്നൊക്കെ രീതിയിലായിരുന്നു. പക്ഷേ കുറേ ആൾക്കാർ പുറത്തുനിന്നൊക്കെ കേസൊക്കെ കൊടുത്തു, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു. ഇപ്പോൾ നേരെ മറിച്ച് ഉസ്താദിൻ്റെ മേലിൽ പോക്സോ കേസിൻ്റെ ഒരു FIR കാണാൻ വേണ്ടി കഴിഞ്ഞു. അവർ കൊടുത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു 3 PDF ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചാൽ പ്രശ്നമോ ഇല്ലയോ എന്ന് അറിയില്ല. ഏതായിട്ടും ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് അതിൽ പറഞ്ഞു തരാം. അതായത് ഈ പ്രകടനം ഇത് കർണാടകയിലാണുള്ളത്. ഓക്കെ, അപ്പോൾ കർണാടകയിലാണ് ഈ ഒരു സംഭവം നടക്കുന്നുള്ളത്. അപ്പോൾ ആ കുട്ടിയുടെ രക്ഷിതാക്കളിൽപ്പെട്ട ആരോ ഇതൊരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്ത് ഉസ്താദിൻ്റെ മേൽ കൊടുത്തിരിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഈ ഒരു സംഭവം നടന്നതിന് ശേഷം ഇനി ആരെങ്കിലും ആ ഉസ്താദിൻ്റെ ഭാഗത്ത് തിരിഞ്ഞു നോക്കാനുണ്ടാവും? എത്രയോ ആൾക്കാർ പ്രതികരിക്കുകയും പല വിഷയങ്ങളിൽ ഇവർ ഉസ്താദിനെ കുറിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയെങ്കിലും സപ്പോർട്ട് ചെയ്ത് ഉസ്താദിൻ്റെ കൂടെ തന്നെ നിൽക്കുമോ? നമ്മളൊക്കെ അടുത്തിട്ടാണ് ഒരു വിഷയത്തിൽ നമ്മൾ ചർച്ച ചെയ്തത്. അതായത് ഉസ്താദന്മാരുടെ സാലറി വിഷയത്തിലും ഉസ്താദന്മാർ കഷ്ടപ്പെട്ടിട്ടാണ് ജീവിക്കുന്നുള്ളത്, തുടർന്നിട്ടുള്ള വിഷയങ്ങൾ. ഇപ്പോൾ ഈ കേസിൻ്റെ പിന്നാലെ പോകുമ്പോൾ എത്ര ചിലവാണ് വരുന്നുള്ളത്, എത്ര പൈസകളാണ് വേണ്ടി വരുന്നുള്ളത്, ഇതിനൊക്കെ നോക്കാൻ ആൾക്കാരുണ്ടാവും. ഇൻഷാ അല്ലാഹ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇൻഷാ അല്ലാഹ് ഈ ഉസ്താദിൻ്റെ അവസാനം വരെ നിങ്ങളൊന്നും കൈവിടാൻ പാടില്ല എന്നാണ് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. 2 വോയിസും കൂടി ഞാൻ കേൾപ്പിച്ചിട്ട് ഈ ഒരു വീഡിയോ ഞാൻ നിർത്താം. കൂടുതലായിട്ടൊന്നും സംസാരിക്കാനില്ല ഈ ഒരു വിഷയത്തിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ തങ്ങളാണ്. ഈ ഗ്രൂപ്പിലുള്ള നല്ലവരായ ഉസ്താദുമാരെ, അതേപോലെ തന്നെ മാനേജ്മെൻറ്റ് നേതാക്കന്മാരെ, കൃഷ്ണാപുരം ഒരു മദ്രസയിൽ വെച്ച് ഒരു കുട്ടീനെ അത് പഠിപ്പിക്കാൻ ഒരു ഉസ്താദ് നിയമപരമായിട്ട് തല്ലാൻ പാടില്ലെങ്കിലും അശ്രദ്ധ കൊണ്ട് അദ്ദേഹത്തിന് സംഭവിച്ചു പോയി. അതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ആ കുട്ടിയുടെ ബന്ധുക്കൾ പരസ്യമായി പെണ്ണുങ്ങളടക്കം വന്ന് ചീത്ത പറയുകയും തല്ലുകയും ചെയ്തത് സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. പാവം ആ ഉസ്താദ് അതിൻ്റെ പേരിലൊന്നും പ്രതികരിക്കാതെ മാറിയെന്നപ്പോൾ ജനങ്ങളാൽ ഉണ്ടാക്കിയ പ്രശ്നങ്ങളെ കൊണ്ട് ജനങ്ങൾ നിഷേധിക്കുകയും ചെയ്ത് ആ തച്ച വ്യക്തിയുടെ പേരിൽ ജനങ്ങൾ കേസ് കൊടുക്കുകയും കേസ് കൊടുത്ത് അദ്ദേഹം ജാമ്യത്തിലിറങ്ങി. ഇപ്പോൾ കുട്ടിയുടെ രക്ഷിതാക്കൾ കുട്ടിയെ വെള്ളോക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് പോസ്കോ എന്ന നിയമം എടുത്ത് കേസ് കൊടുത്തു എന്നാണ് അറിയാൻ സാധിച്ചത്. തീർത്തും അവസ്ഥ നിരപരാധിയാണ്. ഈ സന്ദർഭത്തിൽ ഇവിടെയുള്ള ദക്ഷിണ കർണാടകയിലുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ട സംഘടനയിൽപ്പെട്ട മാനേജ്മെൻറ്റ് നേതാക്കന്മാരും എല്ലാ സംഘടനയിൽപ്പെട്ട മാലിന്യം സുഹൃത്തുക്കളും മാലിന്യം സംഘടനകളും ഉമറാക്കളെല്ലാം ഐക്യത്തിലായിക്കൊണ്ട് തന്നെ ആ ഉസ്താദിനെ ശാരീരികമായും സാമ്പത്തികമായും സഹായിച്ച് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ കണ്ടു ആ കേസിൽ നിന്ന് മറ്റു രക്ഷപ്പെടുത്താൻ വേണ്ടി അതിവേഗം ശ്രദ്ധിക്കേണ്ട സമയമാണ്. കേസ് FIR ഇട്ട് പോയി കഴിഞ്ഞാൽ അവസ്ഥ 3 മാസം ജാമ്യമില്ലാണ്ട് ജയിലിൽ കിടക്കേണ്ടി വരും. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതാണ്. അതുകൊണ്ട് ആ വിഷയം എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഉത്തരവാദപ്പെട്ടവരോട് വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു പ്രത്യേകിച്ച് ഉസ്താദുമാർക്ക് അള്ളാഹു തആല ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാ ശത്രുക്കൾ ശരണത്തോട്ട് എല്ലാവരെയും അള്ളാഹു തആല കാത്ത് സലാമത്തിലാക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತುಹು. ഞാൻ ವಾಯ್ಸ್ ಇಟ್ಟಪ್ಪ കുറേ പോസിറ്റീവ്സും നെഗറ്റീവ്സും റിപ്ലൈങ്ങൾ വന്നിട്ട് അപ്പോൾ നിങ്ങൾ ചൊന്തുന്ന ഒരു ജമാഅത്ത് അതായത് ഒരു റായത്ത് സുപ്രീം അവിടെ നടക്കുന്നത് അത് അവിടെ മേ തീർക്കൂ നോക്കുന്നു ചെല്ലത് ഒരു അഭിപ്രായ നിങ്ങൾ ചൊന്തുന്ന അപ്പോൾ ഈ ഒരു പ്രകരണത്തിൽ ഞങ്ങൾക്ക് ചുമ പാട് കൂടി ഉണ്ട്. ജമാഅത്തിൽ നടന്ന കണിക്കത്തെ ഒരു മദ്രസത്തിൽ നടന്ന കണിക്കത്തെ ഒരു തപ്പ് എന്തുണ്ടാ അത് അവിടെ മേ ജമാഅത്ത് രംഗം ആ പ്രകരണ അത് തപ്പുദാറുള്ള അംഗം ಸೇರಿಟ್ಟು ആ പ്രകരണം അവിടെ സുഖാന്തി ആയിട്ട് ಇನ್ನೊರು ഉസ്താദರ തപ്പ് കൊണ്ടിട്ട് ആ വീഡിയോ സോഷ്യൽ മീഡിയത്തിൽ വൈറലായതേ വന്നു. പിന്നെ ചൊല്ലണു വേണ്ട പരവായത്തങ്ങും എല്ലാവരും ഉദ്രിക്ത ആവിടാറ് അത് സഹജമായിട്ട് ആവിടത് ഒരു ഉസ്താദ് ഒരാൾ അടിക്കുന്നത് അത് സഹജമായിട്ട് ആവിടത് അപ്പോൾ ആൾമാരെല്ലാം ഉദ്രിക്ത ആയിട്ട് ഒപ്പസത്തിൽ വൈറലാക്കിയിട്ട് ആൾമാരും പരവായത്തങ്ങും മുട്ടത്ത് ജമാഅത്തങ്ങും എല്ലാവരും പോയിട്ട് ചുമ ഒത്തടങ്ങളിട്ടാറ് അതൊരു കേസ് ഇതാക്കുന്നു ഇവിടെ തീരാങ്ങനെ ഇങ്ങനെ അപ്പോൾ നിങ്ങൾ കാനൂനായിട്ട് നോക്കുമ്പോൾ ഞാൻ ചൊന്ന പോലെ കാനൂനായിട്ട് നിങ്ങൾ നോക്കുമ്പോൾ ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷനിൽ ഫസ്റ്റ് ആരോപി ഉസ്താദിയായിട്ട് വണ്ടി ചൊന്നിട്ട് എന്ത് ചൊന്നെങ്കിൽ ഉസ്താദായിട്ട് ഒരു ചെറുക്ക കടിച്ചത് മദ്രസ വിദ്യാർത്ഥി കടിച്ചത് വിത്ത് പ്രൂഫും ഉണ്ട്. അത് മദ്രസത്തെ മക്കൾ രണ്ടാളും ചൊന്നാരെങ്കും ഔത്ര പേരൻസ് ചൊന്നാരെങ്കും അല്ലെങ്കിൽ ജമാഅത്തിലുള്ള പല രണ്ടാളും ഒക്കെ കൺഫർം ഉസ്താദ് അടിച്ചിരിങ്ങനെ ചൊന്നിട്ടു ചൊന്നാരെങ്കും ഉസ്താദിന്റെ മേലുള്ള പ്രകരണം അവിടെ കാനൂനാത്മകമായിട്ട് ഉസ്താദ് തപ്പിലെ കൊണ്ടുകൊടുത്തു കർണാടക ഹൈക്കോടതി ചൊന്ന പോലെ തപ്പേച്ചുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സുഖാന്തി കണ്ട പ്രകരണത്തോ ചുമ ഒത്തടങ്ങളിൽ ഇത്തിട്ട് മേലിതാക്കിയിട്ട് ಹಿಂಡು ಈ ಉಸ್ತಾದರ ಮೇಲ್ಗೆ ಪ್ರಕರಣ ಬಂದಿಟ್ಟು ತುಂಬೋಲ್ತು ಆಕಿದಾರೈಟಿಕ್ರಾರು ಇದೇ ನಗ ಮೇಲೆ ಒಂದು ವಾರ ಮುಂದೆ ಚಂದ ಉಸ್ತಾದ ಮಾರ ಸಂಬಳ ಕೊರಡಿ ಉಸ್ತಾದ ಮಾರ್ಗ ಬಾರಿ ಸಂಬಳ ಕೊರಡಿ ಕಾಲ ಜೀವನ ಕಷ್ಟ ಚಂದಿಟ್ಟು ಅದೇ ಒಂದು ವಾರ ಬಿಟ್ಟು ಆ ಉಸ್ತಾದರ ಸಂಬಳ ಕೊರಡಿ ಉಸ್ತಾದ ಜೀವನ ಕಷ್ಟ ಚಲ್ಲದ ಮಾರ ಉಸ್ತಾದ ನಾಳೆ ವಕೀಲರೊಟ್ಟಿಗೆ ಪೋನು ಉಸ್ತಾದ ಕೋರ್ಟ್ಗೆ ಪೋನು ಜೈಲಿಗೆ ಪೋನು ಪೈಸೆ ತೀರ್ಕೊಂಡು ಚಲರ ಚಿಂತನೆ ನಂಗೆ ಆರು ಮಾಕಿಲ್ಲ ಒಂದು ಜಮಾತು ಚಂದ ನಂಗೆ ಔತುಲಗಿಂದ ಪ್ರಾಬ್ಲಮ್ ನಂಗೆ ಸಾಲ್ವ್ ಆಗೋಕೆ ನೋಕೋನು ಇನ್ನೊರು ತಾಳು ಬಂದಿಟ್ಟು ನಂಗೆ ಅದ್ರ ಬೆಲಿ ಹಾಕೋಕೆ ನೋಕರಲ್ಲ ಅದು ಯಾರು ಅದು ಸಾಲ್ವ್ ಆಗೋಕೆ ನೋಕಲ್ಲ ಅದೇ ಐತಿ ಕೂಡ ನಂಗಲ ಜಮಾತ್ರೊಳಗೆ ನಡೆದು ಅದು ನಂಗಲ ಜಮಾತ್ರೊಳಗತ್ತಲೇ ಇಕ್ಕೋನು ಅದು ಹಂಗಂತ ಪರಿಹಾರ ಕಿಟ್ಟಿಲ್ಲ ನಾವು ಮಾತ್ರ ಅದು ಹೊರತುಗೆ പോകും ಮಾತ್ರ ಅವಕಾಶ ಕೊಡ್ಕೊನಲ್ಲ ಅದೇ ನಂಗೆ 70 ರೂಮ್ ಇದಾಕೋನು ಇದು ಸ್ಪೆಷಲಿ ನಂಗೆ ಯೂಸ್ ಆಕರ ಸೋಷಿಯಲ್ ಮೀಡಿಯಾ ವೆರಿ ಡೇಂಜರಸ್ അതിൽ എത്ര ബെനിഫിറ്റ് ഇക്കു അത്രമേ ഡേഞ്ചറസ് ഉണ്ട് ഞങ്ങൾ ഒരു ആക്ര ഇതും ഞങ്ങൾ ആക്രോശവും ഞങ്ങൾ ഇതും എന്തെങ്കിലും ഞങ്ങൾ അതിൽ കുറെ ചിന്തന ആക്കണം അതിൽ എന്ത് പോസിറ്റീവ്സ് ഉണ്ട് എന്ത് നെഗറ്റീവ്സ് ഉണ്ട് നാളെ ആർക്ക് ഇഫക്റ്റ് ആവും ചിലർ ആ ഒരു ചിന്തന കൂടി ഞങ്ങൾ ആക്കാനായിട്ടുണ്ട് എൻ്റെ ഈ ഉസ്താദ് ആ ഒരു പ്രಕಾರ ഉസ്താദ് ಬೇಡ ಚುಂದೊಂದು ഞങ്ങൾ ಕೇಸ್ ಹಾಕಿಲ್ಲ ನನ್ನ ಮೇಲೆ ನಂಗೆ ಇದ್ರ ಪ್ರಕರಣ ಕೂಡಿ ತೀರ್ಕಾಚಂದ್ರು ಬಟ್ ಮುಟ್ಟದ ಜಮಾತ್ರಗಂ ಪರರಾಯತಂಗಂ ಎಲ್ಲರೂ പോയിട്ട് അവിടെ ഒത്തടങ്ങ ഇട്ടാറ് ഇല്ല നിങ്ങൾ കേസ് ആക്കണം ചെന്നിട്ട് ജമാഅത്തങ്ങൾ കയ്യിൽ കേസ് ആക്കി പാട്ടിയാറ് അപ്പോൾ ഓപ്പോസിറ്റ് പാർട്ടി ഞങ്ങൾ വിടുறாரு അങ്ങും അവിടെ തപ്പുണ്ടേ അല്ലേ ഉസ്താദ് തപ്പുണ്ട് അങ്ങ് വാಪಸ್ കേസ് ആക്കിയാറ് ഉസ്താദിന്റെ മേൽ അപ്പോൾ ഉസ്താദും കൂടി ಕಾನೂನಾತ್ಮಕമായിട്ട് ತಪ್ಪುದಾರಮೇ അവിടെ ಅല്ലേ ഇപ്പോൾ ആರು ಬಂದಾರು ಸೋಷಿಯಲ್ ಮೀಡಿಯಾ ತಂಗಾರು ಕೊಂಡಾರ ಪರರಾಯತಂಗಾರು പോയിട്ട് ಸಪೋರ್ಟ್ ನಿಂತಿಲ್ಲ ಇಪ್ಪನು ಬಟ್ ಉಸ್ತಾದ್ಗೆ ಇಪ್ಪತ್ತೆ ಸಿಚುವೇಶನ್ ಉಸ್ತಾದ್ ಕುಟುಂಬ ಇದೆಲ್ಲ ಉಸ್ತಾದ್ ഞങ്ങൾ ദീൻ പഠിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആക്കിയത് തപ്പ് സഹജമായിട്ട് നടന്നു പോയി ഇതും തപ്പ് ഒപ്പുകാവില്ല ബട്ട് ഉസ്താദ്ക്ക് ചോറിനുള്ള ടൈം ഒരു അടിച്ചത് ചൊന്നെങ്കിൽ അത് 6 ವರ್ಷ ಬಂದದೇ ಬಲ್ತದೆ ಬಟ್ ಅದಕ್ಕೆ ഒരു ಪ್ಲಾಟ್ಫಾರ್ಮ್ ಇಕ್ಕರು ಅದು ಎವಡೆಲ್ಲ ನಂಗೆ ಅದಕ್ಕೆ ಇದಾಕೊಂಡು അവിടെ ಅದು ಉತ್ತರ ಕಂಡತ್ತು ನೋಡಿ ഒരു സുഖാന്തിയെ കണ്ടപ്പോഴത്തെ ഒരു പ്രകരണത്തു ವಾಪಸ್ ಮೇಲಿಟ್ಟಿತ್ತು ಹಿಂದೆ ಅವರು ಆ ഒരു കുടുംബത്തെ ആൾ അടിച്ച ആളും ജയിലിൽ പോയിട്ട് ഉസ്താദ് എന്തിനും പിടിയില്ല പ്രകരണ ആയിട്ട് അയാൾ കുടുംബത്തോട് ചന്ത ജീവിച്ചോണ്ടിട്ട് അയാൾ 6 മനസ്സ് നമ്മളാക്കി ಟಿಕ್ಕಲ್ಲ ಅയാൾ ഒരു ഉസ്താദ് ಇಲ್ಲ ನಾನು ಈ ಕೇಸ್ ಕೊಡ್ಕೊ ನಾನು ಎಂದ ಒಪ್ಪುಲ್ಲ ಚೊಲ್ಲದು ഒരു ನಿಲುವೈಲ್ಲ ತಿಂತು നല്ലൊരു നിലവായി ತಿಂತ ಅയാൾ ಬಟ್ ಅದರೆಲ್ಲ ನಂಗೆ ಅಂದ್ರೆ ಆಕ್ಯಾ ಅವ್ರು ಬೇರೆ ಮೇಲೆ ಟ್ರ್ಯಾಕ್ ಕೊಂಡು ಹೆಂಗೆ 6 ನಂಗೆ ಪಾಸ್ ಹಾಕನಾಯ್ತು ಇನ್ಶಾಅಲ್ಲಾ ಅಲ್ಲಾಹು ಹೊಸದಿಗೆ ನಲ್ಲರು ಇದು ಕೊಡಕಟ್ಟು ಆ ತಪ್ಪು ಸಾಹಚರ್ಯമായി ಆಯ್ತು ಬೇಡಿ ತಪ್ಪು ಎಲ್ಲಾರಟು ನಟ್ಟು ಬಿಟ್ಟು ഒരു ജമാഅത്തിൽ ആവുന്നത് ഞങ്ങൾ അവിടെ പരിഹാരം കണ്ടെത്തുന്നു അതിൽ ഞങ്ങൾ സോഷ്യൽ മീഡിയ ഇടോ തീരാ ചൊല്ലത് ഞങ്ങൾക്ക് ചുമത്തിൽ പാടായി കിട്ടി ഉസ്താദ് ഇതിൽ രക്ഷണ കിട്ടിട്ട് ഈ ഒരു കേസ് ചന്തത്തിൽ സുഖാന്തിയെ കണ്ടെത്തി പുറത്ത് വരട്ടെ ഒരു ഫാമിലിയും ഒരു ഉസ്താദിന്റെ ഫാമിലിയും ഒരു ജമാഅത്തും ഒരു ഈ ഒരു പ്രകരണത്ത് ഇതായിട്ട് തಪ್ಪು ಆಯ್ತು പോയി ತಿಂತು ಅವರಿಗೆ ಎಲ್ಲ ಎಂದಾಗಿಟ್ಟು ತೀರ್ಕೊಂಡು ಬಿಟ್ಟು ಇನ್ನು ಎಲ್ಲರೂ ಕೋರ್ಟ್ ಕಚೇರಿ ಜೈಲು ചെന്നിട്ട് അവരെ പ്രാക്കുന്ന അവരുടെ സ്ഥിതി വന്നെത്തി ഇതിൽ 6 ಹೊಣೆಗಾರರಾಯ ഞങ്ങൾ ಹೊಣೆಗಾರರಾಯಿಲ್ಲ അപ്പോൾ ഞങ്ങൾ ജമാഅത്തിൽ നടക്കുന്നത് ഞങ്ങൾ ഔത്തുള്ളത് നടക്കുന്നത് ഞങ്ങൾ ഉലകത്തിൽ പരിഹാരം കണ്ടെത്തിട്ട് ಅದಕ್ಕೆ ಸೊಲ್ಯೂಷನ್ ಆಗೋದು ನೋಡ್ಕೊಂಡು ಚಲೋ വലിയൊരു പാഠ കൂടി നമുക്ക് ഈ ഒരു പ്രകരണത്തിൽ കിട്ടി അല്ലാഹു സലാമത്താക്കട്ടെ ഇൻഷാല്ലാ. അപ്പോൾ ഏതായിട്ടും ഇൻഷാല്ലാ തുടരെ ഉസ്താദിൻ്റെ എല്ലാ വിഷമങ്ങളും അള്ളാഹു തീർത്ത് കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വേറൊന്നും പറയാനില്ല ഈ സന്ദർഭത്തിൽ. കുറേ ആൾക്കാരാണ് ഇത് വന്ന് കേസ് ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ കേസ് പോയിട്ടാകുമ്പോൾ അങ്ങനെ ഏതായിട്ടും കേസ് വരാതിരിക്കില്ലല്ലോ. അപ്പോൾ ഏതായിട്ടും ഉസ്താദിന് വന്ന ആ ഒരു കേസ് നല്ലോണം സ്ട്രോങ് ആയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു പേഴ്സണലായിട്ട് തോന്നുന്നത്. കുട്ടികളടിക്കുക ഇപ്പോൾ നിയമവിരുദ്ധമാണ്, ആയതുകൊണ്ട് അത് ഇത്തരത്തിലുള്ള സംഭവം നടന്നിട്ടുണ്ട്. പിന്നെ ഈ അടുത്ത് കാസർഗോഡ് കേരള ഭാഗത്ത് എവിടെയോ ഒരു അധ്യാപകന് തല്ലിയിട്ട് കുട്ടിയുടെ കൈയൊക്കെ ഇതായ ഒരു വിഷയം കൂടി കേൾക്കാൻ വേണ്ടി കഴിഞ്ഞു. ഏതായിട്ടും ഉസ്താദന്മാരും അല്ലെങ്കിൽ ടീച്ചിങ് ഫീൽഡിലുള്ള എല്ലാ ആൾക്കാരും നല്ലോണം ശ്രദ്ധിക്കുക. ഈ ഒരു കാലഘട്ടം മുമ്പത്തെ പോലെ അല്ല എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. ഇൻഷാ അല്ലാ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.